ഇരിട്ടി താലൂക്കിൽ പേരാവൂർ ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത്. മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ മഹാക്ഷേത്രമാണ് മുഴക്കുന്ന് ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രം. പരശുരാമ പ്രതിഷ്ഠിതമായ 108 ദുർഗാക്ഷേത്രങ്ങളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന ക്ഷേത്രങ്ങളിലൊന്ന്. വിശ്വകലയായ കഥകളി കോട്ടയം തമ്പുരാൻ സൃഷ്ടിച്ചത് ഈ ക്ഷേത്രത്തിൽ വച്ചാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ കഥകളി എവിടെ അവതരിപ്പിച്ചാലും കഥകളിയുടെ വന്ദന ശ്ലോകത്തിലൂടെ ശ്രീ മൃദംഗശൈലേശ്വരിയും ശ്രീ പോർക്കലിയും സ്തുതിക്കപ്പെടുന്നു. അതിപ്രാചീനമായ പുരളി രാജവംശത്തിന്റെയും വിഖ്യാതമായ കോട്ടയം രാജവംശത്തിന്റെയും കേരള സിംഹം വീരകേരളവർമ്മ പഴശ്ശിരാജ ഉൾപ്പെടെയുള്ള മഹാവീരന്മാരുടെയും കുലദേവതാ ക്ഷേത്രമായിരുന്നു ഇത്. 12-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഉണ്ണിയച്ചി ചരിതം, 14-ാം നൂറ്റാണ്ടിൽ ഉദ്ദണ്ഡശാസ്ത്രികൾ എഴുതിയ കോകില സന്ദേശ കാവ്യം തുടങ്ങിയ കൃതികളിലൊക്കെ ഈ രാജവംശവും ഈ ക്ഷേത്രവും പരാമർശിക്കപ്പെടുന്നുണ്ട്. ഈ പ്രദേശം ഒരു കാലഘട്ടത്തിൽ ഔഷധ ഫലവൃക്ഷങ്ങളാൽ സമ്പന്നമായിരുന്നു. എന്നാൽ അത് കുറഞ്ഞു വരുന്ന ഒരവസ്ഥ വന്നപ്പോൾ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തോട് ചേർന്നുണ്ടായിരുന്ന ഏകദേശം 50 സെന്റ് സ്ഥലത്ത് ഒരു ചെറിയ വനം എന്ന ആശയം ക്ഷേത്ര ഭരണസമിതി ഭക്തജനങ്ങളിലേക്കും നാട്ടുകാരിലേക്കും എത്തിച്ചു. എല്ലാവരിൽ നിന്നും നല്ല രീതിയിലുള്ള പിന്തുണ ലഭിച്ചപ്പോൾ പല തട്ടായി കിടന്ന സ്ഥലത്തെ ഒറ്റ പ്ലോട്ടാക്കി മാറ്റി. ആ സ്ഥലത്തുണ്ടായിരുന്ന മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്തു, മണ്ണിളക്കി മറിച്ചു. സ്ഥലം ഒരുക്കിയതിനു ശേഷം ഈ വിഷയം മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിനെ അറിയിക്കുകയും വനം വകുപ്പുമായി ചേർന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ സഹകരണത്തോടെ 2022 ജൂലൈ 23-ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ MR മുരളി ആദ്യ തൈനട്ട് ദേവഹരിതം പച്ചത്തുരുത്ത് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ക്ഷേത്ര പാരമ്പര്യവുമായി ബന്ധപ്പെട്ട വൃക്ഷത്തൈകളാണ് നട്ടത്. നമ്മുടെ മുഴക്കുന്ന് മൃദംഗശൈലേശ്വരിയുമായി ബന്ധപ്പെട്ട് ആചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇവിടെ എങ്ങനെ ഒരു പച്ചത്തുരുത്ത് നിർമ്മിക്കാൻ നമ്മൾ ഭരണസമിതിയും ട്രസ്റ്റി ബോർഡും ആലോചിക്കുകയും ഭക്തങ്ങൾ വരുന്ന നടവഴിയിൽ തന്നെ ഒരു പച്ചത്തുരുത്ത് നിർമ്മിക്കണം എന്നുള്ള ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഏകദേശം ഒരു 1/2 ഏക്കറോളം സ്ഥലത്ത് ലെവലിൽ പച്ചത്തുരുത്ത് നിർമ്മിക്കുകയും ആദ്യഘട്ടത്തിൽ വൃക്ഷത്തൈകൾ സംരക്ഷിക്കുക ശ്രമകരമായിരുന്നു. ജലലഭ്യത ഒരു പ്രധാന വെല്ലുവിളിയായി തീർന്നു. പൈപ്പ് കൊണ്ടുവന്നിട്ട് മോട്ടർ അടിച്ചിട്ട് വെള്ളം മൊത്തം അടിക്കുകയില്ല. പാർത്ഥസാരഥി ക്ഷേത്ര പരിസരത്തെ കിണറിൽ നിന്നുള്ള ജലം വറ്റിയതോടെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജലം തീരെ ലഭിക്കാതെ വന്നു. അതിനാൽ അവിടെ നിന്നും കുറച്ചധികം ദൂരെയുള്ള ക്ഷേത്രക്കുളത്തിൽ നിന്നും മോട്ടോർ വച്ച് വൃക്ഷത്തൈകൾ നനയ്ക്കേണ്ട അവസ്ഥയെത്തി. അതിനായി ഒരു ജോലിക്കാരിയെ നിയമിച്ചു. ആവശ്യാനുസരണം ജലലഭ്യത ഉറപ്പാക്കി വൃക്ഷത്തൈകൾ പരിപാലിച്ചു. ഭരണസമിതിയും നാട്ടുകാരും ഭക്തജനങ്ങളും കൃത്യമായി ഒത്തുചേരുകയും അതിന്റെ ഭാഗമായി എല്ലാവരുടെയും സഹകരണം ഉറപ്പാക്കാനും കഴിഞ്ഞു. എല്ലാവരും ഒത്തൊരുമിച്ചപ്പോൾ വൃക്ഷത്തൈകൾ അതിവേഗം വളർന്നു. വേനൽക്കാലത്ത് വറ്റിയിരുന്ന പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ കിണറിലെ വെള്ളം വറ്റാതെയായി. ആ കിണറിലെ ജലം തന്നെ ഉപയോഗിച്ച് വൃക്ഷത്തൈകൾ വീണ്ടും നനയ്ക്കാൻ തുടങ്ങി. തുടക്കത്തിൽ നട്ടിരുന്നതിൽ 95% ഇപ്പോൾ നല്ല നിലയിൽ വളർന്നു പന്തലിച്ചു. നല്ല ഒത്ത വളർച്ച. കൂവളം, നെല്ലി, മണിമരുത്, കുടപ്പന, ഇലഞ്ഞി, പ്ലാശ് തുടങ്ങി 120ഓളം വൃക്ഷങ്ങൾ, നാടൻ ചിക്കി, നാരകം തുടങ്ങിയ കുറ്റിച്ചെടികൾ, വേപ്പ്, തുളസി, ചെമ്പരത്തി തുടങ്ങിയ ഔഷധ സസ്യങ്ങൾ, തുമ്പയും മഷിത്തണ്ടുമെല്ലാം അടങ്ങിയ ഔഷധികൾ, വള്ളിപ്പടർപ്പുകൾ. ഏത് വേനൽക്കാലത്തും കുളിർമ പകരുന്ന സുന്ദരമായ അനുഭവം. ക്ഷേത്ര പരിസരത്ത് നേരത്തെ നിലവിലുള്ള ജൈവ വൈവിധ്യത്തിന് അനുരോധമായി പച്ചത്തുരുത്തിൽ വളരുന്ന വൃക്ഷങ്ങൾ ഭക്തിസാന്ദ്രമായ ഇവിടുത്തെ അന്തരീക്ഷത്തിന് ചെറുതല്ല നൽകുന്ന ഊർജം. ഓരോ വൃക്ഷത്തിനും വള്ളിപ്പടർപ്പിനും കുറ്റിച്ചെടികൾക്കും അവയുടെ പേരുകൾ തിരിച്ചറിയാനായി ബോർഡുകൾ തയ്യാറാക്കി നൽകി. അതോടൊപ്പം നീതിസാരത്തിലെയും മഹാകവി ഉള്ളൂരിന്റെയും ഒക്കെ മനോഹരമായ വരികൾ ബോർഡുകളിലാക്കി മരങ്ങൾക്കിടയിൽ ഭക്തർക്ക് വായിക്കാനായി സ്ഥാപിച്ചു. മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലെത്തുന്ന എല്ലാവരും പച്ചത്തുരുത്തുകൂടി കണ്ടേ മടങ്ങിപ്പോകാവൂ എന്നായിരുന്നു ദേവസ്വം ഭരണസമിതിയുടെ നിശ്ചയം. ഇനിയും നമുക്ക് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കാനുള്ള ആലോചന നമ്മുടെ മുമ്പിലുണ്ട്. അതിനു വേണ്ട സ്ഥലങ്ങളും കണ്ടെത്താൻ വേണ്ടി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നാഗസ്ഥാനവും കിരാതമൂർത്തി പ്രതിഷ്ഠയും
പാർത്ഥസാരഥി പ്രതിഷ്ഠയും ദർശിക്കാനെത്തുന്നവരെല്ലാം പച്ചത്തുരുത്തിനിടയിലൂടെ നടന്നു വേണം അവരെ ദർശിക്കാൻ. ഇതിനായി പച്ചത്തുരുത്തിനിടയിലൂടെ നല്ലൊരു നടപ്പാത നിർമ്മിച്ചു. ഇവിടെ എത്തുന്ന ഓരോ ഭക്തജനവും പച്ചത്തുരുത്തിന്റെ കൂടി സംരക്ഷകരായി. പ്രശസ്തരായ പല വ്യക്തികളും ഇതിനകം ഈ പച്ചത്തുരുത്ത് സന്ദർശിച്ചിട്ടുണ്ട്. നിരവധി സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾ ഈ പച്ചത്തുരുത്തിനെ അറിയാനും മനസ്സിലാക്കാനും പഠനങ്ങൾ നടത്തുവാനും ഇവിടെ എത്തി. നരകമല്ലാത്തൊരു നാടിന്റെ സൃഷ്ടിക്കായി ഇനിയും ഞങ്ങൾ പച്ചത്തുരുത്തുകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും.